വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്ന് ഞാൻ അമ്മേനിയിൽ നിന്നും രാവിലെ ഒന്ന് ചായയൊക്കെ കുടിച്ചിട്ട് ഈസ്റ്റേൺ ജെട്ടിയിൽ പോയതായിരുന്നു. പക്ഷെ അവിടെ കണ്ട കാഴ്ച നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ചയായിരുന്നു. ആ കാഴ്ചയിലേക്ക് നമുക്ക് പോകാം. ഓക്കെ. ഇന്ന് അതിരാവിലെ ഞാൻ അമേനിയിലെ ഈസ്റ്റേൺ ജെട്ടിയിൽ എത്തിയപ്പോൾ മനസ്സിൽ കനത്ത ദുഃഖം നിറഞ്ഞു. അവിടെ ഞാൻ കണ്ട കാഴ്ച അതെ പറയാനാവാത്ത വ്യസനം നിറഞ്ഞ ഒന്നായിരുന്നു. കോഴിക്കോട്ടിൽ നിന്നും സാധനങ്ങൾ കയറ്റി അൽ ഖാദിരിയ എന്ന മഞ്ജു അമേനിയിലെ ഈസ്റ്റേൺ ജെട്ടിയിൽ എത്തുന്നതിനിടയിൽ കാലാവസ്ഥ പെട്ടെന്ന് മോശമായി. കടൽ ഉഗ്രരൂപം ധരിച്ചു. കാറ്റ് കുത്തനെ വീശി. തിരമാലകൾ പടപടന്ന് ആ മഞ്ജുവിനെ അടിച്ചു കുലുക്കി തുടങ്ങി. അതിലെ ജോലിക്കാർ ജീവൻ രക്ഷിക്കാൻ ജെട്ടിയിലേക്ക് ചാടി. എന്നാൽ ആ മഞ്ജു താളം തെറ്റി കടൽ കൊടുങ്കാറ്റിൽ പെട്ട് പോവുകയായിരുന്നു. അവിടെയുള്ള നാട്ടുകാർ ഭീതിയോടെ നോക്കി നിന്നു. ഒരാളും എന്തു ചെയ്യണമെന്നറിയാതെ മുഖാമുഖം നോക്കി നിശ്ചലമായി നിന്ന അവസ്ഥ. കടൽ കരഞ്ഞു. ആകാശം മൂടി. എല്ലായിടവും ആശങ്ക മാത്രം. അവിടെ ആ ജനക്കൂട്ടത്തിനിടയിൽ നിന്നും മുന്നോട്ട് വന്ന ഒരാൾ ഷാജഹാൻ. അമേനി നിവാസിയാണ്. വലിയ മനസ്സുള്ള ധൈര്യശാലിയായ അദ്ദേഹം മറ്റൊരാളോട് ചേർന്ന് വാക്കുകൾ പറഞ്ഞു. ഒന്നും വൈകാതെ ആ മഞ്ജുവിലേക്ക് ക്രെയിൻ മാർഗം അവരെ ഇറക്കി. അവരെ കണ്ടപ്പോഴാണ് എല്ലാവർക്കും പ്രതീക്ഷ ഉണ്ടായത്. അവർ ചേർന്ന് ആ മഞ്ജുവിലേക്ക് എത്തി. കടലിൻ്റെ കോപത്തിനിടയിൽ പോലും ഭയമില്ലാതെ അവരുടെ കൈകളിൽ നിന്നും കെട്ടുവിട്ടു വഞ്ചിയെ നിയന്ത്രണത്തിലാക്കി അവരെ സുരക്ഷിതമായി പുറത്തേക്കെത്തിച്ചു. അവസാനം മഞ്ജു രക്ഷപ്പെട്ടു. അത് കണ്ടപ്പോൾ എനിക്ക് കണ്ണിൽ നിന്നും വെള്ളമൊലിച്ചു. വ്യസനം നിറഞ്ഞ ആ പ്രഭാതം പ്രതീക്ഷയും അഭിമാനവും നിറഞ്ഞൊരു നിമിഷമായി മാറി. അമേനിയുടെ കടൽ അന്ന് കാണിച്ചു തന്നത് മനുഷ്യ മനസ്സിൻ്റെ ധൈര്യവും സഹോദരത്വത്തിൻ്റെ മഹത്വവും തന്നെയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. ഇത്തരം വീഡിയോകൾ ഇനിയും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഫോളോ ചെയ്യുക. പറ്റുമെങ്കിൽ സമയമുണ്ടെങ്കിലും ഇത് മുഴുവനായി കാണാൻ നോക്കുക. ഇത് ഞാൻ നേരിൽ കണ്ട കാഴ്ചയാണ് എന്നുകൂടി ഞാൻ പറയുകയാണ്. ഈ ആൾക്കൂട്ടത്തിനിടയിൽ ഞാനുണ്ട്. ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിലേക്ക് ഞാൻ ഒരാളെ കൂടി ക്ഷണിക്കുകയാണ്. ഇവിടെ ഈ ജെട്ടിയിൽ നിന്നും ഞാൻ ഒരാളുമായിട്ട് സംസാരിച്ചു. അപ്പോൾ രണ്ടുപേര് സംസാരിച്ചു. ഇതിൻ്റെ കുറിച്ച് അവർ കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവർ സംസാരിക്കുന്നുണ്ട്. കേട്ടുകൊള്ളുക. ദ്വീപിൽ നിന്നുള്ള ഒരു കാഴ്ചയാണ്. നമുക്ക് അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാം. അപ്പാവു പറയൂ. ഗ്രൗണ്ടിൽ ഒരു 2-3 ദിവസം പിന്നെ ഗ്രൗണ്ടിന് ഈ മാർക്കിംഗ് എല്ലാം ഗ്രൗണ്ട് സംബന്ധമായിട്ട് മാർക്കിംഗ് എല്ലാം ചെയ്യുന്ന സമയത്ത് 2-3 പ്രായമുള്ള ആൾക്കാർ നേരത്തെ ചൊല്ലിയില്ല. ഇപ്പം എന്തായാലും ഒരു കാലാവസ്ഥയ്ക്ക് ചേഞ്ച് വരുവാൻ ചാൻസ് ഉണ്ടെന്നുള്ളത്. പക്ഷേ നമ്മൾ ചെറുപ്പമായതുകൊണ്ട് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇപ്പാണ് അത് നേരിൽ കണ്ടത്. അപ്പോൾ ഒരിക്കലും സാധാരണ
കാർന്നവന്മാർ പറയേണ്ടത് ഒരിക്കലും തള്ളിക്കളയാൻ പാടില്ല എന്നുള്ളത് കാര്യം നമ്മൾ നേരിട്ട് കണ്ടിരിക്കുന്നത്. ഇതെല്ലാം ശ്രദ്ധിക്കേണ്ടത് നമ്മളെ ഒരു ഇംഗ്ലണ്ട് ടൂർണമെൻറ്റോട് നടക്കേണ്ട, പക്ഷെ അവളും കൂടി ഇത്തരം കാര്യങ്ങളെല്ലാം ശ്രദ്ധയിൽ പെടും. ഇതാണ് നാട്ടിൽ വളവാക്കുന്നത്. അതിനൊരു ഉദാഹരണമാണ് ഇപ്പോൾ നമ്മുടെ മഞ്ജു ഇങ്ങനെ തെറ്റിപ്പൊടിച്ച് ബ്രേക്ക് വാട്ടർ അകറ്റം കളിച്ചത് മക്കയുടെ പല ആൾക്കാരോടെ കൂട്ടും വീട്ടും എന്നുണ്ട് ഒരു മക്കയുടെ. അപ്പോൾ ആ മക്കയിൽ ഒരു കാരണവശാലും അതിനെ തള്ളിക്കരുത്. അതാണ് ഈ ഇതുവരേക്ക് അകറ്റം കളിച്ചില്ല. അപ്പോൾ പെട്ടുന്ന ആൾക്കാർ ഇതിനെ ഒന്ന് ഈ മഞ്ജുവിനെ അകറ്റം കളിക്കുക എന്നുള്ള ഒരു ഒരുപാട് ഉണ്ടാക്കണമെന്ന് അപേക്ഷിക്കുന്നു. താങ്ക് യു.